Draw circles and mark the fractional parts given below. Color them also. 3 by 8, 2 by 5, 4 by 9, 5 by 12, 5 by 24. First fraction 3 by 8 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു fraction of colored part is equal to angle at the center of colored part divided by total angle at the center of circle. Here fraction of colored part തന്നിട്ടുണ്ട്, that is 3 by 8. Therefore 3 by 8 is equal to angle at the center of colored part divided by total angle 360. Therefore angle at the center of colored part is equal to 3 by 8. നമുക്ക് ഡിവൈഡഡ് ബൈ 360യെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 360 എന്ന് എഴുതാം. Therefore angle at the center of colored part is equal to 3 by 8 into 360. ഇനി 360യെ നമുക്ക് 4 into 90 എന്ന് എഴുതാം. അതേപോലെ 8നെ 4 into 2 എന്ന് എഴുതാം. ബോത്ത് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 into 90 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 90യെ നമുക്ക് 45 into 2 എന്ന് എഴുതാം. സോ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ ഈസ് ഇക്വൽ ടു 3 into 45, ദാറ്റ് ഈസ് ഇക്വൽ ടു 135. ഇനി ഞാനൊരു സർക്കിൾ വരച്ചു, അതിനൊരു റേഡിയസ് വരച്ചു. എന്നിട്ട് നമ്മുടെ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളേർഡ് പാർട്ടായ 135 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ പാർട്ട് നമുക്ക് കളർ ചെയ്യാം. ഇതിനെ നമുക്ക് 3 by 8 എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രാക്ഷൻ 2 by 5. അത് നമുക്ക് ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളേർഡ് പാർട്ട് കാണാം. Fraction of colored part is equal to angle at the center of colored part divided by total angle at the center of circle. Therefore 2 by 5 is equal to angle at the center of colored part divided by 360. ഇനി 360യെ നമുക്ക് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. Therefore divided by 360 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 360 ആവും. Therefore angle at the center of colored part is equal to 2 by 5 into 360. ഇനി 360യെ നമുക്ക് 36 into 10 എഴുതാം. Therefore angle at the center of colored part is equal to 2 by 5 into 36 into 10. 10നെ നമുക്ക് 5 into 2 എന്ന് എഴുതാം. സോ ബോത്ത് 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ ഈസ് ഇക്വൽ ടു 2 into 36 into 2, ദാറ്റ് ഈസ് ഇക്വൽ ടു 144. ഇനി നമുക്കൊരു സർക്കിൾ വരയ്ക്കാം, അതിന് റേഡിയസ് വരയ്ക്കാം. ഇനി റേഡിയസിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 144 ഡിഗ്രി മെഷർ ചെയ്തിട്ട് അവിടുന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഈ പാർട്ടിനെ നമുക്ക് കളർ ചെയ്യാം. ആൻഡ് ദിസ് പാർട്ട് ഈസ് 2 by 5. നെക്സ്റ്റ് ഫ്രാക്ഷൻ 4 by 9 ആണ്. ഫ്രാക്ഷൻ ഓഫ് കളേർഡ് പാർട്ട് ഈസ് ഇക്വൽ ടു ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഓഫ് കളേർഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ. Therefore 4 by 9 is equal to angle at the center of colored part divided by 360. ഇനി 360യെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 360 ആവും. Therefore angle at the center of colored part is equal to 4 by 9 into 360. ഇനി 360യെ നമുക്ക് 9 into 40 എന്ന് എഴുതാം. സോ ബോത്ത് 9 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ 4 into 40 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 160 ഡിഗ്രി. ഇനി ഒരു സർക്കിൾ വരച്ചു, അതിനൊരു റേഡിയസ് വരച്ചു. നമ്മുടെ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളേർഡ് പാർട്ടായ 160 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്ത് അങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ പാർട്ടിനെ നമുക്ക് കളർ ചെയ്യാം. ആൻഡ് ദിസ് പാർട്ട് ഈസ് 4 by 9. Our next fraction is 5 by 12. Fraction of colored part is equal to angle at the center of colored part divided by total angle at the center of circle. Therefore 5 by 12 is equal to angle at the center of colored part divided by 360. Therefore angle at the center of colored part is equal to 5 by 12 into 360. 360യെ നമുക്ക് 12 into 30 എന്ന് എഴുതാം. 12 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5 into 30 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 150 ഡിഗ്രി. ഇനി ഒരു സർക്കിൾ വരച്ചു, അതിന് റേഡിയസ് വരച്ചു. എന്നിട്ട് റേഡിയസിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളർ പാർട്ടായ 150 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ആൻഡ് ദിസ് പാർട്ട് ഈസ് 5 by 12. നെക്സ്റ്റ് ഫ്രാക്ഷൻ 5 by 24 ആണ്. ഫ്രാക്ഷൻ ഓഫ് കളർഡ് പാർട്ട് ഈസ് ഇക്വൽ ടു ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളർഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് സർക്കിൾ. Therefore 5 by 24 is equal to angle at the center of colored part divided by 360.
Therefore, angle at the center of colored part is equal to 5 by 24 into 360. 360 നമുക്ക് 12 into 30 എന്ന് എഴുതാം. അതേപോലെ 24നെ 12 into 2 എന്ന് എഴുതാം. ബോത്ത് 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 into 30 by 2 എന്ന് കിട്ടും. ഈ 30യെ നമുക്ക് 15 into 2 എന്ന് എഴുതാം. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5 into 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇനി ഒരു സർക്കിൾ വരയ്ക്കാം, അതിന് റേഡിയസ് വരയ്ക്കാം. നമുക്ക് കിട്ടിയ ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് കളേർഡ് പാർട്ടായ 75 ഡിഗ്രി റേഡിയസിൽ പ്രൊട്രാക്ടർ വെച്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആൻഡ് ദിസ് പാർട്ടിനെ കളർ ചെയ്യാം. ദിസ് ഈസ് 5 by 24 പാർട്ട്. ആംഗിൾസിൻ്റെ ക്ലോക്കിലെ ആംഗിൾ നോക്കാൻ പഠിക്കാം. ആദ്യം ക്ലോക്കിലെ ബേസിക് കാര്യങ്ങൾ നോക്കുക. ദിസ് ഈസ് അവർ ഹാൻഡ്, ദിസ് ഈസ് മിനിറ്റ് ഹാൻഡ് ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് ഹാൻഡ്. ആംഗിൾസ് മെഷർ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ച് പ്രൊട്രാക്ടർ വെച്ചിട്ട്, സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, അല്ലെങ്കിൽ സർക്കിൾ ഡിവൈഡ് ചെയ്തിട്ട്. ഇവിടെ നമുക്ക് സർക്കിളിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു ക്ലോക്കിൽ 1 മുതൽ 12 വരെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് 12 ഈക്വൽ പാർട്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാർട്ടിലെ ആംഗിൾ കാണാം. Therefore, angle at the center of one part is equal to 360 divided by number of equal parts. That is equal to 360 by 12. 360 by 12 30 degree ആണ്. Therefore, angle at center of one part is equal to 30 degree. ഇനി പല ടൈംസിലുള്ള ആംഗിൾസ് കാണാം. ആദ്യം 3 o'clock. 3 o'clockൽ 3 ഈക്വൽ പാർട്സ് ആണുള്ളത്. സോ ആംഗിൾ is equal to 30 plus 30 plus 30. That is equal to 90 ഡിഗ്രി. നെക്സ്റ്റ് 9 o'clock നോക്കാം. 9 o'clockലും 3 പാർട്സ് ആണുള്ളത്. സോ ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി 4 o'clock നോക്കാം. 4 o'clockൽ 4 പാർട്സ് ആണുള്ളത്. സോ 30 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. 8 o'clock നോക്കാം. 8 o'clockൻ്റെ ഹാൻഡ്സിൻ്റെ ഇടയിൽ 4 ഈക്വൽ പാർട്സ് ആണുള്ളത്. സോ ആംഗിൾ ഈസ് ഈക്വൽ ടു 4 into 30 degree. That is equal to 120 degree.